വിശുദ്ധമായ അറഫ രാവ് ഇതുപോലെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു രാത്രിയുണ്ടോ എന്ന് സംശയമാണ്. അറഫയെപ്പോലെ മനോഹരമായൊരു ദിവസം വേറെയുണ്ടോ എന്നത് സംശയമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ അനുഗ്രഹം അവൻ്റെ കാരുണ്യമായി നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന മനോഹരമായ അതിമനോഹരമായ നിമിഷങ്ങളാണ് ഈ രാത്രിയിൽ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നത് ഉറപ്പാണ്. അതിലൊരു സംശയം പോലും പാടില്ല എന്നാണ്. ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട്, ഉസ്താദേ മക്കളെ കെട്ടിക്കാൻ വഴിയില്ല, ജീവിതം പ്രതിസന്ധിയിലാണ്, കടക്കെണിയിലാണ്, ടെൻഷനാണ്, സ്വസ്ഥതയില്ല, ആത്മഹത്യയുടെ വക്കിലാണ്, മാരകമായ രോഗങ്ങളാണ്, മക്കളില്ലാതെ പ്രയാസപ്പെടുകയാണ്, ഗർഭിണികളാണ്, പല ബുദ്ധിമുട്ടുകളും ഉസ്താദെ സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ, ഓരോരോ പ്രതിബന്ധങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സങ്കടപ്പെടണ്ട. അറഫയാണ് വരുന്നത്. അറഫ രാവിലും പകലിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചാൽ, അനുധാവനം ചെയ്തു പോന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിടൂല കേട്ടോ. അള്ളാഹു നിങ്ങളെ കൈവിടൂല. ഉറപ്പ് തന്നെയാണ്. ഈ വിശുദ്ധമായ രാത്രിയിൽ എന്തൊക്കെ ചൊല്ലണം, ഏതെല്ലാം സൂറത്തുകൾ ഓതണം, എന്തൊക്കെ ദിക്റുകൾ പറയണം, ഏതൊക്കെ സ്വലാത്തുകൾ ചൊല്ലണം, അതുപോലെ തന്നെ നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് എന്താണ്, ഫർലാക്കപ്പെട്ട നോമ്പുകൾ ഖളാ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, നേർച്ചയാക്കപ്പെട്ട നോമ്പുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ ഈ രാത്രിയിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, ഈ കൃത്യമായി ഇനി വേറൊരു വീഡിയോയിലേക്ക് പോകേണ്ടാത്ത വിധം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക കൂടെ ചെയ്യുക. കാരണം ഒരാൾ നമ്മൾ നിമിത്തം ഈ അമൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടെ നമുക്ക് കിട്ടുമല്ലോ. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് രാത്രി കൃത്യം 7:15 സമയം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ അറഫ രാവിൻ്റെ മജ്ലിസ് നടക്കുകയാണ്. കൃത്യമായി ഉത്തരം ചെയ്യുക, അതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, അറഫ ദിവസത്തിൻ്റെയും രാവിൻ്റെയും പുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എവിടെ ഒന്ന് ചിരിച്ചേ. കാരണം അറഫ രാവാണ് വരണത്. ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായി മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിച്ചേ. എവിടെ കാണട്ടെ, പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല ടെൻഷൻ ഫ്രീ ആയ, നല്ല പോസിറ്റീവ് വൈബുള്ള മനോഹരമായൊരു ദിവസം കാരുണ്യവാനായ റബ്ബ് സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ രാവ് കടന്നു വരികയാണ്. എന്തൊരു ആനന്ദമാണല്ലേ. വിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കുളിർമഴ പെയ്യാണ്. കാരണം അറഫ രാവിൻ്റെ മഹത്വം അവൻ അറിഞ്ഞാലുണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കൂല. അറഫ രാവിൻ്റെയും പകലിൻ്റെയും മഹത്വം മനുഷ്യൻ മനസ്സിലാക്കിയാൽ ആ സന്തോഷം കൊണ്ട് അവൻ ഒരിക്കലും ഇരിപ്പുറക്കില്ല. കാരണം ആ രാവിലേക്കൊന്ന് വേഗം ആ രാവിലേക്കൊന്ന് ചെന്നെത്താൻ അവരിങ്ങനെ കൊതിയുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ജൂതൻ വന്നിട്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്കെങ്ങാനും ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം പെരുന്നാളാക്കിയേനെ. ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കിയേനെ. അതേതാണിപ്പോൾ ആയത്ത്? അത് സൂറത്തുൽ മാഇദയിൽ 5-ാമത്തെ ആയത്താണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു മാർഗമെന്ന നിലയിൽ ഇസ്ലാമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദിവസം ഞങ്ങളതൊരു സന്തോഷമാക്കിയേനെ എന്നാണ്. അപ്പോഴാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം. അതെൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഖുത്ബത്തുൽ വിദാഇന് വേണ്ടി ഒരുങ്ങുന്ന നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറഫ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ഈ അറഫ എന്ന് പറയുന്ന പേരിന് കാരണം എന്താണെന്നറിയോ? അതിന് ചില കാരണങ്ങൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഒന്ന്, സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് അല്ലേ. അവർ രണ്ടുപേരും പിന്നീട് ഒരാൾ ജിദ്ദയിലും അതുപോലെ തന്നെ ഒരാൾ ഇന്ത്യയിലുമാണ് വന്ന് വീഴുന്നത്, സിലോണിലാണ്. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു നിമിഷമുണ്ട്, അത് അറഫയാണ്.
അത് അറഫയാണ്. ആ ഒരു കണ്ടുമുട്ടലിൻ്റെ പേരാണ് അറഫ. ആ പുണ്യഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത് കൊണ്ട് അത് അറഫ എന്നായി എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മറ്റു ചിലർ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കൃത്യമായി ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ പോയി അവർ ഒരു മൈതാനിയിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ആ അറഫ്ത, നിങ്ങൾ എല്ലാം കണ്ടു മനസ്സിലാക്കിയില്ലേ, എല്ലാം തിരിച്ചറിഞ്ഞില്ലേ? കണ്ടോ, അങ്ങനെയാണ് അറഫ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും അറഫ അതൊരു പുണ്യഭൂമി തന്നെയാണ്. അവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഹാജിമാർ ഇല്ലേ, ഇന്നവരിങ്ങനെ അറഫയിൽ ഒരുമിച്ച് കൂടാൻ. നമുക്ക് കടന്നു വരുന്നത് രാവാണെങ്കിലും ഇന്ന് മക്കത്ത് അറഫ ദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ അറഫയിൽ നിൽക്കുകയാണ്. യാ അല്ലാഹ്, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കും ആ കണ്ണിയിൽ ഒരംഗമാകാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊതിക്കാണ് മനസ്സ്. യാ റബ്ബന, വല്ലാതെ കൊതിക്കുകയാണ്. പലയാവർത്തി നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വിളിക്ക് ഉത്തരം കേൾക്കാൻ കാത്തു നിൽക്കുന്ന നിമിഷം, ഉത്തരം നൽകാൻ കാത്തു നിൽക്കുന്ന നിമിഷം, എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുന്ന നിമിഷം, നമ്മളെക്കുറിച്ചോർത്ത് അല്ലാഹു അഭിമാനം പറയുന്ന നിമിഷം, ഭാഗ്യവാന്മാരാണവർ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ അറഫ ദിവസം അള്ളാഹു റബ്ബുൽ ആലമീൻ നരകമോചനം നൽകുന്നത് പോലെ മറ്റൊരു ദിവസവും നരകമോചനം നൽകുന്നില്ല. നരകത്തിൽ നിങ്ങൾ മോചിപ്പിക്കുക, ഒരു കയ്യും കണക്കുമില്ലാതെ അള്ളാഹു മോചിപ്പിക്കും. അത്ര ഇഷ്ടമാണ് അല്ലാഹ് അറഫ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഈ ലോകത്തെ ഏറ്റവും നല്ല ദുആ ഉണ്ടല്ലോ, അത് അറഫ ദിവസത്തിലെ ദുആയാണ്. അറഫ ദിവസത്തിലെ ദുആയാണ്. യാ അല്ലാഹ്, എന്തെല്ലാം ദുആറക്ക, നമുക്കറിയുന്ന ദുആകളൊക്കെ ദുആ ചെയ്തോ, പൊട്ടിക്കരഞ്ഞോ നാഥൻ്റെ മുമ്പിൽ. ഖൈറു ദുആ, ഏറ്റവും നല്ല ദുആ അത് അറഫയിലെ ദുആയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറഫയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ സംശയിക്കാൻ പോലും പാടില്ല എന്നാ, എൻ്റെ ദുആ പടച്ചോൻ സ്വീകരിക്കോ എന്ന് പോലും സംശയിക്കൽ കുറ്റമാണ്. കാരണം അറഫയിൽ ഒരു മനുഷ്യൻ നിന്നിട്ട് അല്ലാഹനെ വിളിച്ചാൽ ഉറപ്പാണ് 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 അവൻ്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന്മാരെയൊക്കെ കണ്ടിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അഭിമാനം പറയും, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലിൽ അർദി അഹ്ല സമാ. മലക്കുകളെ വിളിച്ചിട്ട് പറയും, മലക്കുകളെ മലക്കുകളെ, ഈ ഭൂമിയിലെ എൻ്റെ അടിമകളെ കണ്ടോ, ഉൻദുറൂ ഉൻദുറൂ ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്ക്, എൻ്റെ ഇബാദിലേക്കൊന്ന് നോക്ക് മലക്കുകളെ. അബ്ദ് ഇബാദ് എന്നൊക്കെ പടച്ചോ നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ അത് വല്ലാത്തൊരു മർത്തബയാണ്. അള്ളാഹുവിൻ്റെ അടിമ, വെറുതെ പറയാം നമുക്ക് ഞാൻ അള്ളാൻ്റെ അടിമയാണ്, അങ്ങനെയല്ല. യഥാർത്ഥ അടിമ, ഉടമയുടെ വാക്കുകൾ ഒരു അണ്ണുവിട തെറ്റാതെ അനുസരിച്ച് ജീവിക്കുന്ന അടിമയുണ്ടല്ലോ, അതാണ് ഇബാദ്. അബ്ദ്, അള്ളാഹ് അടിമ എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വം അതിനുണ്ട്. ഉൻദുറൂ ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്ക് മലക്കുകളെ. അവർ ശരീരം അഴുക്ക് പുരണ്ട്, വസ്ത്രം അതാ കീറിപ്പറഞ്ഞ്, മുടി ജട പിടിച്ചിട്ട് എന്നെ വിളിക്കണത് കണ്ടില്ലേ? ഈ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ കുറിച്ച് അല്ലാഹ് പറയാൻ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹ്, എന്തൊരു മഹാഭാഗ്യാണത്. ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകത്തെ മണൽത്തരികൾക്ക് തുല്യം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, ലോകത്തെ മഴത്തുള്ളികൾക്ക് സമം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, കടലിലെ കുമിളകൾക്ക് സമം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും, അത് മുഴുവൻ ഞാൻ പുറത്തു കൊടുക്കും മലക്കുകളെ എന്ന് റബ്ബുനാ വ റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബി ഈ പറഞ്ഞ കൂലിയൊക്കെ അറഫയിൽ നിൽക്കണവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ? അല്ലല്ലല്ല, ഈമാനിൻ്റെ കണികയുള്ള നമുക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ ദിവസത്തെ ഹയാത്താക്കിക്കോ, അള്ളാഹു നമുക്കും തരും. പടച്ചറബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ 5 ദിവസങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അഹ്യൽ ലയാലിൽ ഖംസ്, 5 രാത്രികൾ ആരെങ്കിലും ജീവസുറ്റതാക്കിയാൽ, 5 രാത്രികളെ ജീവസുറ്റതാക്കിയാൽ അവർക്ക് വജബത്ത് ലഹുൽ ജന്ന, നിർബന്ധമാണ് സ്വർഗം എന്നാണ് പറഞ്ഞത്. അവർ പിന്നെ വേറൊരു എക്സ്ക്യൂസും ഇല്ല, അവർ സ്വർഗത്തിൽ കടന്നു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽപ്പെട്ടതാണ് അറഫയുടെ രാവ്, അതിൽപ്പെട്ടതാണ് അറഫയുടെ രാത്രി. ആ അറഫയുടെ രാത്രി കടന്നു വരുമ്പോൾ എന്തെല്ലാം ചെയ്യണം?
എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം സുഹൃത്തുക്കൾ ചെയ്യണം, അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം മേടിച്ചെടുക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ എന്തെല്ലാം ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ. ഈ ഒരു വീഡിയോ തന്നെ ഒരു 3-4 തവണ കണ്ട് അത് കൃത്യമായി നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്ക്. നമ്മുടെ കൃത്യമായി ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ. ഒരമലും വേസ്റ്റാക്കി കളയണ്ട. നമ്മളെക്കൊണ്ട് ഈ പറയണത് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ നിന്ന് എളുപ്പമുള്ളത് കൃത്യമായി തിരഞ്ഞെടുത്തിട്ടെങ്കിലും ചെയ്യുക. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഉത്തരം നൽകുന്ന മനോഹരമായ രാത്രിയാണ്. അതുപോലെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാളെങ്കിലും ചിലപ്പോൾ നമ്മൾ അമൽ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ നിമിത്തം ഒരാളെങ്കിലും ഈ അമൽ ചെയ്താലോ അതിൻ്റെയും കൂടെ കൂലി നമുക്ക് കിട്ടും. അയാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ ആ കൂലി അയാൾക്കും കിട്ടും, നമുക്കും കിട്ടും. കാരണം ഇത് തുടങ്ങിയത് നമ്മളാ. ഒരു കൂലി നിങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എനിക്കും കിട്ടും. കാരണം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഞാനാ. എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടും, എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് ഇല്ലേ. അങ്ങനെ ഇതൊരു ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ചൊല്ലേണ്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. ഹബീബായ റസൂലുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ പറയട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫാ ദിനത്തിലെ ദുആയാണ്. അതുകൊണ്ട് ദുആയിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവനേകനാണ്, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, സർവാധിപത്യം അവനിൽ നിക്ഷിപ്തമാണ്. എല്ലാത്തിൻ്റെ അധികാരി അവനാണ് ഇല്ലേ. ഒരു മുതലാളിയില്ല, ഒരു രാജാവിലൊന്നുമില്ല, എല്ലാത്തിനും മുകളിൽ എൻ്റെ നാഥനാണ്. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണവൻ. ഇത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ ബോധ്യത്തിൽ ചൊല്ലണം. ഇതിൻ്റെ ആശയം അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞാനൊന്നുമല്ല എല്ലാത്തിനും കഴിവുള്ളവൻ എൻ്റെ നാഥനാ, ഒന്നിനും കഴിവില്ലാത്ത വിനയവിധേയനായ ഒരു അടിമ മാത്രം. ഈ ദിക്ർ ഒരു 100 തവണ ചൊല്ലുക. കഴിയുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സ്വാലിഹീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടെ അറഫാ ദിനത്തിൽ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സ്വഹാബത്തിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്, മഹാന്മാർ ഉദ്ധരിക്കുന്നു. ഈ വിശുദ്ധമായ അറഫാ രാവിൽ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറ, ആരെങ്കിലും അറഫാ രാവിലോ അറഫയുടെ പകലിലോ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1000 തവണ പാരായണം ചെയ്താൽ, 1000 തവണ ഖുൽ ഹുവല്ലാഹു ഓതുക, ഉഅ്തിയ മാ സഅല, എന്ത് ചോദിച്ചാലും അല്ലേ, ഇവൻ ഇന്ന കാര്യം എന്നില്ല, എന്ത് ഹലാലായ കാര്യം നിങ്ങൾ ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തരും. ഉറപ്പാണ് അള്ളാഹുവിൻ്റെ മഹാന്മാർ പറയാം, ഉറപ്പായിട്ടും കിട്ടുമെന്നാണേ. ഉഅ്തിയ മാ സഅല, നീ എന്ത് ചോദിച്ചാലും അള്ളാഹു അതങ്ങ് നൽകും. ഇനി 1000 ഞാനിപ്പോൾ എങ്ങനെയാ ചൊല്ലുക? 200 ചൊല്ലാൻ പറ്റും. 200 അതും പറ്റുമല്ലോ ഉസ്താദെ. 3 ചൊല്ലാൻ പറ്റുമോ? 3 ഖുൽ ഹുവല്ലാഹു ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയണത് പോലെ ചൊല്ലാം. എന്നാൽ 1000-ന് ഫലമുണ്ട്. കാരണം മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. 1000 ചൊല്ലാൻ പറ്റിയാൽ ചൊല്ലാം. രാവും പകലും ഒക്കെ ആയിട്ട് ഫുള്ള് തീർത്താൽ മതി. ഓക്കെ, ഇന്ന സമയത്ത് ഒറ്റയടിക്ക് തീർക്കണമെന്നൊന്നുമില്ല. എന്നാൽ അതൊന്നും പറ്റൂല. എനിക്ക് 3 എല്ലാം പറ്റുള്ളൂ. 3 ചൊല്ലിക്കോ. അൽഹംദുലില്ലാ. ഈ ഖുൽ ഹുവല്ലാഹു സൂറത്തിൻ്റെ മഹത്വമൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവരെ വിളിക്കപ്പെടുന്നത് തന്നെ യാ മാദിഹർ റഹ്മാൻ, റഹ്മാനായ റബ്ബിനെ മദ്ഹ് ചെയ്തവരെ എന്നാണ് പരലോകത്ത് വിളിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ദിക്ർ കാണാം, 100 തവണ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലുക എന്നാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ് ഇല്ലേ. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ, മീസാനിൻ്റെ ഭാരം കൂട്ടുന്ന ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പടച്ചറബിൻ്റെ കൽപ്പന പ്രകാരം ഒരു മരം നടും. സ്വർഗത്തിലും മരം നമുക്ക് നട്ടിട്ട് നമ്മളെ നരകത്തിലേക്ക് വിടുമോ? ഇല്ല. ആ മരത്തിൻ്റെ അവകാശികൾ നമ്മളാ. ഈ ദിക്ർ അധികരിപ്പിച്ചാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 100 തവണ. മറ്റൊന്ന് സ്വലാത്താണ്. നിങ്ങൾക്കറിയുന്ന സ്വലാത്ത്, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ സീസണും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട സ്വലാത്താണ് നല്ലത് ഇല്ലേ. അതിൽ തന്നെ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തും അതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം
ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഈ സ്വലാത്ത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ വേഗം ചൊല്ലിപ്പോയത്, ഇല്ലേ? എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു സ്വലാത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ 100 തവണ ചൊല്ലാൻ പറ്റിയാൽ അടിപൊളി, ഓക്കെ. ഇല്ല എനിക്ക് 11 ചൊല്ലാൻ പറ്റുള്ളൂ, മതി. നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര. ഇനി ഈ സ്വലാത്ത് എനിക്ക് പറ്റൂല, എനിക്ക് സിമ്പിളായ സ്വലാത്ത്, ഞാനിപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വാഹിലി അല്ല സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ കൊണ്ട് കഴിയണ സ്വലാത്ത് ഇല്ലാൽ മതി കേട്ടോ, അത് ചൊല്ലുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഒരു 100 ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുക കേട്ടോ, മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥതയുള്ള മനസ്സോടെ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന മനസ്സോടെ നമ്മൾ ചോദിച്ചാൽ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണമെന്താ? 2 കാര്യങ്ങളാണ് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദീർഘായുസ്സിന് കാരണമാകും, സമ്പത്ത് ഐശ്വര്യം ലഭിക്കും. അപ്പോൾ ഈ രാത്രിയിൽ എനിക്ക് കടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, നമ്മൾ കിടന്ന് കരയേണ്ട കൂട്ടത്തിൽ, പൊട്ടിക്കരഞ്ഞ കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തോ, പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീനോട് പൊറുപ്പിക്കാൻ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ലഭിക്കുന്നതാണ്. പാപമോചനം തേടിയാൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ സമ്പത്തിൽ വർധനവ് ലഭിക്കും, ദീർഘായുസ്സും ലഭിക്കും. ഇതിലപ്പുറം എന്താ വേണ്ടേ? ദീർഘായുസ് ആഫിയത്തോടെ നമുക്ക് ലഭിച്ചാൽ അതിലപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ ഏറ്റവും നല്ലൊരു ഇസ്തിഗ്ഫാർ പറയട്ടെ, അസ്തഗ്ഫിറുല്ലാഹ് ഇന്നഹു കാന ഗഫാറാ, അസ്തഗ്ഫിറുല്ലാഹ് ഇന്നഹു കാന ഗഫാറാ. ഇതൊരു 100 തവണ ചൊല്ലിയിട്ട് ഒരു തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവർക്കും അറിയാം അല്ലേ? വലിയ മഹത്വമുള്ള ഇസ്തിഗ്ഫാറാണ്. ഇതൊന്ന് ഒരു തവണ ചൊല്ലി നോക്കി എന്നോടൊപ്പം. അല്ലാഹുമ്മ അൻത റബ്ബീ لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ദിക്ർ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു തവണ, അതായത് 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ഒരു തവണ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇനി ഒരു മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മനോഹരമായ പ്രാർത്ഥന, അള്ളാഹുവിനേറെ പുകഴ്ത്തുന്ന അതിഹൃദ്യമായൊരു പ്രാർത്ഥന. അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും, നമുക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി ചൊല്ലുക എന്നാണ്. ഏതാണ് ഈ പ്രാർത്ഥന? ഒന്ന് നോക്കിയേ. സുബ്ഹാനല്ലദീ ഫിസ്സമാഇ അർശുഹു സുബ്ഹാനല്ലദീ ഫിൽ അർളി മുൽക്കുഹു സുബ്ഹാനല്ലദീ ഫിൽ ബഹരി സബീലുഹു സുബ്ഹാനല്ലദീ ഫിൽ ജന്നത്തി റഹ്മതുഹു സുബ്ഹാനല്ലദീ ഫിൽ ഖുബൂരി ഖളാഉഹു സുബ്ഹാനല്ലദീ ഫിൽ അർഹാമി ഇൽമുഹു സുബ്ഹാനല്ലദീ ഫിൽ ഹവാരിഹുഹു സുബ്ഹാനല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദ് സുബ്ഹാനല്ലദീ വദഅൽ അർള ബിഖുദ്റതിഹി സുബ്ഹാനല്ലദീ ലാ മൽജഅ വലാ മൻജാ മിൻഹു ഇല്ലാ ഇലൈഹി. ഒരിക്കൽ കൂടെ നോക്കിയേ. സുബ്ഹാനല്ലദീ ഫിസ്സമാഇ അർശുഹു സുബ്ഹാനല്ലദീ ഫിൽ അർളി മുൽക്കുഹു സുബ്ഹാനല്ലദീ ഫിൽ ബഹരി സബീലുഹു സുബ്ഹാനല്ലദീ ഫിൽ ജന്നത്തി റഹ്മതുഹു സുബ്ഹാനല്ലദീ ഫിൽ ഖുബൂരി ഖളാഉഹു സുബ്ഹാനല്ലദീ ഫിൽ അർഹാമി ഇൽമുഹു സുബ്ഹാനല്ലദീ ഫിൽ ഹവാരിഹുഹു സുബ്ഹാനല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദ് സുബ്ഹാനല്ലദീ വദഅൽ അർള ബിഖുദ്റതിഹി സുബ്ഹാനല്ലദീ ലാ മൽജഅ വലാ മൻജാ മിൻഹു ഇല്ലാ ഇലൈഹി. അപ്പോൾ
ഈ അദ്കാറുകളൊക്കെ ചൊല്ലുക. പിന്നെ അതോടൊപ്പം സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. വൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്കത് ഒരുമിച്ച് പാരായണം ചെയ്യണം രാത്രിയിൽ. പിന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. പ്രത്യേകമായി അറഫയുടെ രാത്രിയിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് സൂറത്തുൽ ഹശ്ർ, ലൗ അൻസൽന അവസാന ഭാഗം വരുന്ന മനോഹരമായ സൂറത്ത്, അതുപോലെ സൂറത്ത് യാസീൻ, ഇതൊക്കെ പാരായണം ചെയ്യുക. നിങ്ങളെക്കൊണ്ട് ഇന്ന നന്മയെന്നില്ല, എന്ത് നന്മ ചെയ്യാൻ കഴിയും, ഏറ്റവും പ്രാധാന്യം ഒരു സ്വതക്ക ചെയ്തേക്കാം. ഒരു തുക ചെറുതാണെങ്കിലും നിയത്താക്കി വെച്ചിട്ട് ഈ രാത്രിയിലും ഈ പകലിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയണത് പോലെ സ്വതക്ക ചെയ്തേക്കാം. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുക. നമ്മളൊരു ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, തുച്ഛമായ വേതനമാണ്, സ്വന്തമായിട്ടൊരു വീടില്ല, വലിയ പ്രയാസങ്ങളിലൂടെ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു ഉണ്ടാവുമല്ലോ. ഇത്ര വലിയ പരിശുദ്ധി നിറഞ്ഞ ഒരു രാവും പകലും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ അതൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ +2 റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എക്സാം എഴുതിയ ഒരുപാട് മക്കൾ പ്രതീക്ഷയിലാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല ഹൈറായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകി ചേർത്ത് പിടിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ നമ്മൾ ഏറ്റവും ഹൃദ്യമായി ചെയ്യേണ്ട ഒരു അമൽ സ്വതക്കയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ അറഫയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പാണ്. അറഫ ദിവസം സുയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ്, അള്ളാഹു റബ്ബുൽ ആലമീനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അറഫാ ദിവസത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ടല്ലോ, അതിൻ്റെ കൂലി എന്താ? അത് കഴിഞ്ഞൊരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കും. ചെറിയ പാപങ്ങളാട്ടോ പൊറുക്കണത്. വലിയ പാപങ്ങളിൽ നിന്ന് നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു വരും. ഈ രാത്രി നമുക്ക് തൗബയുടെയും കൂടെയാണെന്നേ. തൗബ ചെയ്യുക ധാരാളം, ഈ പകലും രാത്രിയൊക്കെ ആയിട്ട് തൗബ ചെയ്യുക പ്രത്യേകിച്ച്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയാണ്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വരാനിരിക്കുന്നൊരു വർഷം പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറയും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. മറ്റൊന്ന്, വരാനിരിക്കുന്നൊരു വർഷം നമുക്ക് തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ തൗബ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. അല്ല, ചില മഹാന്മാർ പറഞ്ഞു അടുത്തൊരു വർഷം പാപം പൊറുക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ, അപ്പോൾ ദീർഘായുസിന് കാരണമാകുമെന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ ചില മഹാന്മാരുണ്ട്. അപ്പോൾ ഏതായാലും അറഫാ ദിനത്തിലെ നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത്. നിയത്ത് വെക്കാലോ, എന്താ സിമ്പിളാണ്. സുന്നത്താക്കപ്പെട്ട അറഫയുടെ നോമ്പ് നാളെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട അറഫാ ദിവസത്തെ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. എങ്ങനെ വേണമെങ്കിലും നിയത്ത് ചെയ്യാം, ആ കാര്യങ്ങൾ അതിലുണ്ടായാൽ മതി. ഇനി ഫർളായി ഖളാ ആയിപ്പോയ നമ്മുടെ നോമ്പുകളൊക്കെ ഉണ്ടല്ലോ റമളാൻ മാസത്തിലെ, ഇല്ലേ? റമളാനിൽ നിന്ന് ഖളാ ആയിപ്പോയ ഫർളാക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി അറഫാ ദിനത്തിൽ സുന്നത്ത് നോമ്പിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഞാൻ കരുതി. സിമ്പിളാണ്. ഇനി ഏതെങ്കിലുമൊക്കെ നോമ്പ് നേർച്ചയാക്കി വെക്കാൻ പറ്റുമോ? ഇതിൻ്റെ കൂടെ ഈ ഫർദ് നോമ്പിനോടൊപ്പം നേർച്ചയാക്കിയ നോമ്പ് വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ഖളാ ആയിപ്പോയ നോമ്പും ഫർളാണ്, നേർച്ചയാക്കിയ നോമ്പും ഫർദാണ്. 2 ഫർദ് ഒരുമിച്ച് ചേരൂല. അപ്പോൾ സുന്നത്താക്കപ്പെട്ട നോമ്പിൻ്റെ കൂടെ ഒന്നുകിൽ നമുക്ക് റമളാനിൽ നിന്ന് ഖളാ ആയിപ്പോയ നോമ്പിനെ ഖളാ വീട്ടാം, ഓക്കെ, അല്ലെങ്കിൽ നേർച്ചയാക്കി ഒരു നോമ്പ് പിടിക്കാം. ഏതെങ്കിലും ഒന്ന് നമുക്ക് പിടിക്കാവുന്നതാണ്. സുന്നത്താക്കപ്പെട്ട നോമ്പ് എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാത്രിയിലെ നമ്മുടെ മജ്ലിസാണ്. 7:15 കൃത്യം 7:15 സമയം പാലിക്കണം കേട്ടോ. കൃത്യം 7:15 നമ്മുടെ മജ്ലിസ് നമുക്ക് ആരംഭിക്കണം. അള്ളാഹു ഈ ഒരു മജ്ലിസ് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണം. അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൃത്യമായി ഈ ഒരു അറിയിപ്പ് കൊടുക്കണം. കൃത്യം 7:15 അറഫ രാവിലെ മജ്ലിസ് നമ്മൾ നടത്താൻ ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് ഭംഗിയാക്കി എടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആദ്യം ചോദിക്കട്ടെ, 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത് UN-ൻ്റെ, അല്ലേ, യുണൈറ്റഡ് നേഷൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത് 1948. എന്നാൽ അതൊന്നുമല്ല, ലോകത്താദ്യമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മഹാമനീഷിയുടെ പേരെന്താണ്? ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മനുഷ്യൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. ഏതായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد കരുണക്കടലായ റബ്ബേ, ഈ വിശുദ്ധമായ സദസ്സിലിരുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സലാമത്തിലാക്കണയല്ല, രക്ഷയിലാക്കണയല്ല. പുണ്യ അറഫയുടെ പ്രതിഫലം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. പടച്ചവനെ, പ്രിയപ്പെട്ട ഹാജിമാർ ഇന്ന് അറഫയിലാണ്. യാ അല്ലാ, ഞങ്ങളെ ഓർക്കാനുള്ള തൗഫീക്ക് അവർക്ക് നൽകണയല്ല. പടച്ചവനെ, അവരുടെ അമലുകൾ നീ സ്വീകരിക്കണയല്ല. ദുആഇന് ഉത്തരം ലഭിക്കുന്നവരിൽ നീ അവരെ പെടുത്തണയല്ല. ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. നാളെ അറഫയുടെ നോമ്പ് പിടിക്കാൻ ഇന്നത്തെ രാത്രി അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല. പാപങ്ങൾ പൊറുക്കണയല്ല. ടെൻഷൻ ഫ്രീ ആയ ജീവിതം നൽകണയല്ല. സ്വസ്ഥത നൽകണയല്ല. എല്ലായിടങ്ങളിലും പ്രശ്നങ്ങളാണ്, സമാധാനം നൽകണയല്ല. റഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ നാഥ, ഒരുപാട് കടങ്ങളുണ്ട്, വീട്ടണയല്ല. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല. തടസ്സങ്ങൾ ഒരുപാടുണ്ട്, നീ എല്ലാ തടസ്സങ്ങളും നീക്കണയല്ല. ഗർഭിണികൾ സുഖപ്രസവം നൽകണയല്ല. മക്കളില്ലാത്തവരെ നീ ചേർത്ത് പിടിക്കണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർ അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണയല്ല. അറഫാരാവിൻ്റെയും പകലിൻ്റെയും പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. യാ റബ്ബന, പാവപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്ത ഒരുപാട് ആളുകൾ, അവരെ നീ ഒരിക്കലും തളർത്തിക്കളയല്ലേ അല്ല. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫറത്ത് കൊടുക്കണയല്ല. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ല. പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.